നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. MD വാസുദേവൻ നായരുടെ വേർപാടിൽ ഓർമ്മകൾ പങ്കുവച്ച് നടി സീമ. MD തിരക്കഥകളിൽ ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച നടിയാണ് താൻ. ആ അഭിനയ ഭാഗ്യം തനിക്ക് സമ്മാനിച്ചത് IV ശശിയാണ്. MD എഴുതി കൊടുക്കുന്ന തിരക്കഥകളിൽ അദ്ദേഹം എഴുതാതെ വെച്ച മൗനം കൂടി അഭിനേതാക്കളിലൂടെ വരുത്തുമായിരുന്നു ശശിയേട്ടൻ. അതിനുവേണ്ടി ടേക്കുകൾ എത്ര വേണമെങ്കിലും എടുക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കണം. അദ്ദേഹത്തിന്റെ തിരക്കഥകളിൽ ഒരു വാക്കുപോലും മാറ്റാതിരിക്കാൻ ശശിയേട്ടന് ശ്രദ്ധാലുവായിരിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട്. സാധാരണ തിരക്കഥാകൃത്തുകൾ അതെന്താ എന്ന് എഴുതുന്നിടത്ത് എന്താ അത് എന്നായിരിക്കും MT എഴുതിയിരിക്കുക. രണ്ടും ഒന്നാണ്, പക്ഷേ അതിന്റെ സംവേദനക്ഷമതയിൽ വ്യത്യാസമുണ്ട്. എന്താ അത് എന്ന് ചോദിക്കുന്നതിലെ പവർ പലപ്പോഴും ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള സംഭാഷണങ്ങളിൽ ശശിയേട്ടൻ ജാഗ്രത കാണിച്ചിരുന്നു. ജീവിതഗന്ധിയായ കഥാപാത്രങ്ങൾ എന്നിവയൊക്കെ താൻ അനുഭവിച്ചതും അഭിനയിച്ചതും MT തിരക്കഥകളിലൂടെയാണ്. കോഴിക്കോട് വരുമ്പോഴെല്ലാം താൻ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേയൊരു വ്യക്തിത്വം MT മാത്രമേ ഉള്ളൂ. ശശിയേട്ടൻ ഉള്ളപ്പോൾ അത് കുടുംബ സന്ദർശനമായിരുന്നു. ഞങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ്. അങ്ങനെയുള്ള ഒരു കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു, നീയൊന്നും അഭിനയിക്കാത്തത് കാരണം എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അത് കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഇനി എനിക്കിന്നിന് ദേശീയ അവാർഡ് വേണം. MTയുടെ ആ വാക്കുകളാണ് എൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം. MT തിരക്കഥകൾ കിട്ടുക എന്നത് തന്നെ ഏതൊരു സംവിധായകന്റെയും അഭിമാനമായിരുന്നു. ഒരു സിനിമ കാണുന്നത് പോലെ എഴുതി വെച്ചിട്ടുണ്ടാകും. സംവിധായകൻ ആ എഴുത്തിനെ അനുസരിക്കുക മാത്രം ചെയ്താൽ മതി. MTയെ വായനയിലൂടെ അറിയുന്നവരാണെങ്കിൽ അത് വളരെ എളുപ്പമായിരിക്കും. അദ്ദേഹത്തിന്റെ തിരക്കഥകൾ കോഹിനൂർ രത്നം പോലെയാണ്. സിനിമാ സെറ്റിൽ MT വരികയൊന്നുമില്ല. അത്രയും വിശ്വസ്തമായ കൈകളിൽ മാത്രമേ അദ്ദേഹം തന്റെ കഥാപാത്രങ്ങളെ ഏൽപ്പിക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ നിന്നും നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. MT തിരക്കഥ എഴുതുക എന്നത് ശശിയേട്ടൻ ഉൾപ്പെടെയുള്ള അന്നത്തെ സംവിധായകരുടെ ആവശ്യമായിരുന്നു. പക്ഷേ MTക്ക് തോന്നിയാൽ മാത്രമേ അദ്ദേഹം സമ്മതം മൂളിയിരുന്നുള്ളൂ. ഒരു പ്രൊജക്ട് നടന്നു കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും അദ്ദേഹം നടത്തിയിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തെ കൊണ്ട് എഴുതിക്കാനുള്ള ശ്രമം അന്നത്തെ മികച്ച സംവിധായകരെല്ലാം നടത്തിയിരുന്നു. ആര് കഥ ആവശ്യപ്പെട്ടാലും നോ എന്ന മറുപടി എളുപ്പം വരും. പണത്തിനോ അധികാരത്തിനോ ഒരു സ്ഥാനവുമില്ല. പക്ഷേ സ്നേഹത്തിനു മുമ്പിൽ അദ്ദേഹം എന്നും കീഴടങ്ങിയിരുന്നു. സ്നേഹപൂർവമായ സമീപനത്തെ മാത്രം അദ്ദേഹം പരിഗണിച്ചു. അദ്ദേഹത്തോട് അടുക്കാൻ എല്ലാവരും ഒന്ന് ഭയക്കുമായിരുന്നു. MTയുടെ ഒരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൽ അദ്ദേഹം ആളുകളെ അളന്നു മനസ്സിലാക്കും. അഭിനയിച്ചിട്ട് താൻ കാണാതെ പോയ ധാരാളം സിനിമകളുണ്ട്. ഇപ്പോൾ അതെല്ലാം തിരഞ്ഞു പിടിച്ച് കണ്ടുകൊണ്ടിരിക്കുക എന്നതാണ് പ്രധാന വിനോദം. ഏറ്റവും കൂടുതൽ ആൾക്കൂട്ടത്തിൽ തനിയെന്ന സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രം എൻ്റെ കഥാപാത്രമായ അമ്മുക്കുട്ടിയോട് ചോദിക്കുന്നു, അമ്മുക്കുട്ടി എന്താ ഇവിടെ ഇങ്ങനെ? അപ്പോൾ അമ്മുക്കുട്ടി പറയുന്നു, ഞാനിവിടെ ഇങ്ങനെ തനിയെ. 100,000 അർത്ഥമാണ് അതിനുള്ളത്. ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ് എനിക്ക് ആ ഡയലോഗിന്റെ ഡെപ്തിൽ പിടിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് കരച്ചിൽ വന്നത്. ശരിക്കും എൻ്റെ ഉള്ളിൽ കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ആ ഇമോഷൻ എൻ്റെ ജീവിതത്തിൽ സത്യമായിട്ടുള്ളതാണ്. എല്ലാ ജീവിതത്തിലും അത്തരത്തിലുള്ള ഏകാന്തതയുണ്ട്. അത് MT നിരീക്ഷിച്ചിരിക്കുന്നു. അടിയൊഴുക്കുകൾ, അക്ഷരങ്ങൾ, അനുബന്ധം, ആരൂഢം എൻ്റെ അഭിനയ ജീവിതത്തിലെ സുവർണ കാലഘട്ടമായിരുന്നു. ആരൂഢത്തിലെ നീലി എന്ന കഥാപാത്രം എൻ്റെ കരിയറിലെ മികച്ച ഒന്നാണ്. നീലിക്ക് ദേശീയ അവാർഡ് നഷ്ടമായത് ജൂറിയുടെ ചില കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ തനിക്കതിൽ നഷ്ടബോധമില്ല. സീമ അഭിനയിക്കാത്തത് കൊണ്ട് എഴുതാറില്ല എന്ന MTയുടെ വാക്കുകളാണ് എനിക്ക് അവാർഡ്. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളെ എല്ലാം തന്നെ എനിക്ക് തന്നെ കിട്ടി. അതാണ് എൻ്റെ ഭാഗ്യം. ജീവിതത്തിന്റെ എല്ലാ സങ്കീർണതകളെയും നിശ്ചയദാർഢ്യം കൊണ്ട് അതിജീവിച്ച MT ഇന്ന് നവതിയുടെ നിറവിലാണ്. MTയുടെ സ്നേഹം ആത്മാർത്ഥമാണ്. ആ സ്നേഹത്തിന്റെ തണലിൽ എനിക്ക് ഇടമുണ്ട് എന്നതാണ് എൻ്റെ സന്തോഷം. നന്ദി എന്ന വാക്ക് ഇന്നത്തെ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ആത്മാർത്ഥമായിട്ടില്ല. ഞാൻ ഇന്നത്തെ സീമയായി ഇരിക്കുന്നതിന് കാരണക്കാരനാണ് ശശിയേട്ടൻ. അദ്ദേഹം എനിക്ക് ജീവിതം തന്നെ കയ്യിൽ വെച്ച് തന്നു. എൻ്റെ അഭിനയത്തിന്റെ എല്ലാ സാധ്യതകളും പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയത് MTയുടെ തിരക്കഥകളാണെന്നും നടി സീമ ഓർത്തെടുക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.